അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ദേഹത്തേക്ക് തേങ്ങ വീഴുന്ന സമയത്ത് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട് ഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവളും തേങ്ങ ഉടക്കുന്നുണ്ട്. അപ്പോൾ അജയുടെ ഡ്രസ്സിൽ മുഴുവൻ തേങ്ങയും തേങ്ങയുടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് അവൾക്ക് ഇങ്ങനെ ആകെ ചമ്മണുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതിന് ഞാനും പ്രതികാരം വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പോകുന്നുണ്ട്, മുണ്ടാതെ പോകുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നമ്മുടെ അമ്പലത്തിലെ തിരുവാഭരണമൊക്കെ ചാർത്തിയിട്ട് ഭഗവതിക്ക് തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും കുടുംബങ്ങളും മാത്രമേ തൊഴാൻ പാടുള്ളൂ പറഞ്ഞിട്ട് വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അവളും പറഞ്ഞിട്ട് ഞാനൊന്ന് കയറി തൊഴുകട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട് അവളെ ഉള്ളിലേക്ക് വിടും, അവളെൻ്റെ പേരക്കുട്ടിയാണ് പറയുമ്പോൾ അവൾക്ക് ആകെ അവളുണ്ട്. അവൾ ഉള്ളിലേക്ക് പോയിട്ട് വാതിലൊക്കെ അപ്പോഴേക്ക് പെട്ടെന്ന് വാതിലൊക്കെ അടച്ചിട്ട് കള്ളന്മാർ അവരുടെ ആഭരണങ്ങളൊക്കെ കക്കാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ അടയുന്നുണ്ട്. ആ സമയത്ത് ഇവരൊക്കെ കസ്റ്റഡി എടുത്ത് വണ്ടിയിൽ കയറ്റാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരൊക്കെ വരുന്നുണ്ട്. പോലീസുകാർ പറയുന്നത് ഞങ്ങളിവിടെ നിങ്ങളെയൊക്കെ റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ കള്ളന്മാർ പറയുന്നത് നിങ്ങളിപ്പോൾ ഞങ്ങളിതാക്കിയ ഞങ്ങൾ ഇവരൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റുന്നത്. അപ്പോഴേക്കും നമ്മുടെ അജയ് വണ്ടിയിൽ കയറുന്ന സമയത്ത് അജയ് എല്ലാവരെയും അടിച്ച് താഴ്ത്തിയിട്ട് ഗുണ്ടകളൊക്കെ അടിച്ച് താഴ്ത്തുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഭൂമിയുടെ തലയിൽ ഒരു കള്ളം വന്ന് അടിക്കുന്നുണ്ട്. അടിക്കുമ്പോൾ നമ്മുടെ ഭൂമി ആകെ മയങ്ങി വീഴുന്നുണ്ട്. എന്തായാലും മയങ്ങി വീഴുന്നു. പിന്നെ അവളെ എണീക്കുന്നത് അവളെ വീട്ടിൽ ചെന്നിട്ടാണ്. വീട്ടിൽ ചെന്നിട്ട് അവൾക്ക് ബോധം വരുന്ന സമയത്ത് അവളെ അമ്മയോടും അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അവിടെ എങ്ങനെ എത്തിയേ ചോദിക്കുന്നുണ്ട്. ആ അമ്പലത്തെ പൂരപ്പറമ്പിൽ രാമകൃഷ്ണൻ എന്നെ ഇവിടെ എത്തിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭൂമി ആ സമയത്ത് കടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. 2 പെൺകുട്ടികളുടെ നടയിൽ ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആൺകുട്ടി പറയുന്നത് നിങ്ങൾ രണ്ടാളും ഒരേപോലെയുള്ള മാലയല്ല ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ രണ്ടാളിൽ ഒരാളെ കല്യാണം കഴിക്കണം. അപ്പോൾ 2 കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആരെയും നിങ്ങൾ കല്യാണം കഴിക്കുക, അത് വലുതായിട്ട് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്വപ്നത്തിൽ അപ്പോൾ ഉണരുന്നുണ്ട്. അപ്പോൾ അവൾ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു സ്വപ്നം കണ്ടു, ഇങ്ങനെ മാലട്ട 2 പെൺകുട്ടികളുടെ നടുവിൽ ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ ആൺകുട്ടി പറയുന്നുണ്ട് ആ 2 പെൺകുട്ടികളെ മുത്തശ്ശി കല്യാണം കഴിക്കാൻ പാടുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്വപ്നത്തിൻ്റെ എന്താ അർത്ഥം എന്ന് എനിക്കറിയില്ല, എൻ്റെ തലയ്ക്ക് അടി കിട്ടിയോണ്ടായിരിക്കും ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ നീട്ടിപ്പോണ്ട്. ആ സമയത്ത് നമ്മുടെ ഭൂമിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു എന്താ ഇപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം, ഇപ്പോൾ വിളിക്കുക എന്താ ഈ സ്വപ്നം ഇങ്ങനെ കാണാൻ തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ അജയ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അജയ് ഉണ്ടാവുകൊണ്ട് ഇന്ന് സ്വർണ്ണാഭരണങ്ങളൊന്നും നഷ്ടപ്പെടാതെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അജയുടെ അച്ഛൻ പറയുന്നത് നീ ഈ റിസ്ക് പിടിച്ച പണിയൊക്കെ ഏറ്റെടുക്കണ്ട, നീ എത്രാമത്തെ ട്രാൻസ്ഫറാണ്, 24ാമത്തെ ട്രാൻസ്ഫർ, നിനക്ക് ഇനി സത്യസന്ധതയൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ പറയുന്നുണ്ട്. ആ സമയത്ത് അജയ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വലിയമ്മാവൻ്റെ പാതയിലാണ്, ഞാൻ എൻ്റെ വലിയമ്മാവനെ പോലെ എല്ലാ സത്യസന്ധതയും ചെയ്യുള്ളൂ, ഞാൻ നല്ലൊരു പോലീസ് ഓഫീസർ ആവുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് നമ്മുടെ 3ാമത്തെ അനിയൻ്റെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് മൂത്ത അമ്മാവൻ എൻ്റെ ഭർത്താവിനെ കൊന്നു, ഇനി നിനക്കാരെ കൊള്ളണ്ടേ, എന്നെയോ എൻ്റെ മകളെന്നെയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അജയ്ക്കാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.